തിരുവനന്തപുരം കാട്ടായിക്കോണം നരിക്കിലിൽ അപകടത്തിൽപ്പെട്ട ബൈക്ക് മോഷ്ടിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന തിലകന്റെ ബന്ധുക്കൾ വാഹനമെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മോഷണ വിവരം അറിയുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, മോഷ്ടാക്കളെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? മറ്റു വിശദാംശം. ഇതാരാണ് മോഷ്ടിച്ചതെന്നത് സംബന്ധിച്ച് ഇതുവരെയും കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇതാരാണ് ഇത് മോഷ്ടിച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ഹെൽമറ്റ് ധരിച്ചാണ് ഈ ബൈക്കിനടുത്തോട്ട് എത്തുന്നത്. അതിനുശേഷം അവിടുന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇയാളെ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ മാത്രമല്ലാതെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഉള്ള ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ സ്ഥലത്തോട്ട് എത്തുന്നതിന് മുമ്പ് ഇയാൾ ഹെൽമറ്റ് ഊരി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സമീപപ്രദേശത്തുള്ള മറ്റ് CCTV ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ നാട്ടിക സ്വദേശിയായ തിലകൻ മകൻ ഗോകുലം സഞ്ചരിച്ച വാഹനത്തിലേക്ക് അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുന്നത്. തുടർന്ന് ഇവർ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇവരുടെ ബന്ധുക്കളെത്തി വൈകിട്ട് ഈ വാഹനം പരിശോധിക്കുന്നതിനിടെയാണ് അവിടെ നോക്കുമ്പോഴാണ് ഈ ബൈക്ക് കാണാനില്ലെന്ന് വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോത്തൻകോട് പോലീസിന് പരാതി നൽകിയായിരുന്നു. പോലീസാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരിക്കുന്നത്. അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.